ഇവനാണ് സിമന്റോ. ഇവൻ വീറിന്റെ സ്കൂളിലെ സിമന്റിൽ പതുങ്ങിയിരിക്കും. വീർ അവിടെ എത്തുമ്പോൾ നീ റിമോട്ട് വെച്ച് സിമന്റോയെ ആക്ടിവേറ്റ് ചെയ്തേക്ക്. ഉടൻ തന്നെ സിമന്റോ പുറത്തേക്ക് വരുന്നതാണ്. പിന്നെ സിമന്റ് എടുത്ത് എറിഞ്ഞ് വീറിനെ ഫ്രീസ് ആക്കി കളയും. നീ എന്താണ് ചെയ്യുന്നത്? ബോസ്, ഞാൻ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. ഇവരവിടെ വന്നാൽ ജോലി ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയണ്ടേ. അല്ലെങ്കിൽ നിങ്ങൾക്കത് വലിയൊരു അപമാനമായി പോവില്ലേ ബോസ്? അതുകൊണ്ടാണ് ഞാൻ ഈ ഹിറ്റിംഗ് റേസ് റിമോട്ട് ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഓൾറെഡി ഒരു സിമന്റ് മിക്സർ ഇവിടെ ഉണ്ടല്ലോ. പിന്നെ രണ്ടാമതൊരെണ്ണം ആരാ കൊണ്ടുവന്നത്? അറിയില്ല സാർ, ഞാൻ ഇപ്പൊ തന്നെ അത് അന്വേഷിക്കാം. എടോ, ഈ സിമന്റ് മിക്സർ ആരാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നേ? അതിങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനാണ് സാർ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ വക ചെറിയൊരു ഗിഫ്റ്റ്. ഇംലി, അവൻ ഡിംബക്റ്റു ആണ്. ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാ. ബോസ്, എന്റെ ജോലി സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞു ബോസ്. യു ആർ ജീനിയസ്, സൂപ്പർ ഡൂപ്പർ ജീനിയസ് ബോസ്. അല്ലേ ഇംലി? അതെ ചിണ്ടു, നീ വിചാരിച്ച നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷെ നീ വിചാരിക്കുന്നില്ലല്ലോ, അതാണ് ഇപ്പൊ പ്രശ്നം. കണ്ടോ, നിനക്കിപ്പോ വിശക്കുന്നു. നീ മാജിക് ചെയ്ത് ചാട്ടു കൊണ്ടുവന്നു. ശരി, ഓക്കെ, നിങ്ങൾ നോക്കിക്കോ. ഈ ദിവസം മുഴുവൻ ഞാൻ മാജിക് പവർ ഇല്ലാതെ എല്ലാ ജോലികളും ചെയ്യും. അല്ല, ഈ ബൈക്ക് ആരുടേതാ? ബൈക്ക് കാണാൻ കൊള്ളാലോ. ഒന്ന് കേറി ഇരുന്ന് നോക്കാം. ടാർഗറ്റ് മാച്ചിങ്. നിന്റെ കഥ അവസാനിച്ചു വീർ. ചേട്ടാ, എനിക്കിതെന്താ പറ്റിയത്? എമിലി, ഇത് ബൈക്കല്ല, റോബോട്ടാണ്. ഇതിലുള്ള മാഗ്നറ്റ് കാരണം ഞാൻ കുടുങ്ങി പോയിരിക്കുകയാണ്. നിങ്ങൾ ആരും അടുത്തേക്ക് വരരുത്. ചിണ്ടു, വീറിനെ രക്ഷിക്ക്. അതൊരു ബൈക്ക് റോബോട്ടാണ്. അത് വീറിനെ പിടിച്ചോണ്ട് പോയിരിക്കുക. എത്ര പെട്ടെന്ന് മാജിക് യൂസ് ചെയ്യ. ഇന്ന് ഞാൻ മാജിക് പവർ യൂസ് ചെയ്യാതെ തന്നെ വീറിനെ രക്ഷിച്ച് കാണിച്ചു തരാം. ഇന്ന് ഞാൻ അത് പ്രൂവ് ചെയ്യാൻ പോവാ. മാജിക് ഇല്ലാതെ വീറിനെ രക്ഷിച്ച് കാണിച്ചു തരാം. എനിക്കിന്ന് വീറിനെ രക്ഷിച്ചേ പറ്റൂ. ഞാൻ അപ്പൂപ്പനെ ഫോൺ ചെയ്ത് പറഞ്ഞേക്കാം. Roboboy suit on. Roboboy suit on. വീർ, നിന്റെ ഓരോ ലേസറിനും ഈ മാഡ് ബൈക്കിനെ ഒന്ന് തൊടാൻ പോലും സാധിക്കില്ല. ഇത് ലേസർ പ്രൂഫാണ്.
അപ്പൂപ്പ മോനെ വീർ കാര്യങ്ങളെല്ലാം എമിലി എന്നോട് ഫോണിൽ കൂടെ പറഞ്ഞു. ഒന്നെങ്കിൽ ആ ബൈക്ക് ഓട്ടോ കൺട്രോൾഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അതിനെ മാഡ് മാക്സ് കൺട്രോൾ ചെയ്യുന്നതായിരിക്കും. നീ അതിനെ എങ്ങനെയെങ്കിലും മാനുവൽ കൺട്രോളിലേക്ക് കൊണ്ടുപോവാ. ഓക്കെ അപ്പൂപ്പ. ഓ നോ, ആ കുട്ടികളെ ഞാനിപ്പോ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ. ഇനി ഞാൻ ആ ബൈക്ക് കുട്ടികളുടെ ദേഹത്ത് ഇടിപ്പിക്കാം. അതിനുശേഷം വീറിന്റെ ഗതി അതോ ഗതിയായിരിക്കും. വീറിന്റെ കൂടെ ചേർക്കപ്പെട്ട റോബോ ബോയ് എന്ന പേരും അതോടെ തീർന്നു കിട്ടുന്നതാണ്. സാർ എന്നെ രക്ഷിക്കൂ. ഡ്രിൽ സ്യൂട്ട് ഓൺ. താങ്ക് യു റോബോ ബോയ്. നീ വരാനെന്താ ഇത്ര ലേറ്റ് ആക്കിയത്? ഞങ്ങൾക്ക് എല്ലാവർക്കും വല്ലതും സംഭവിച്ചെങ്കിലോ? താങ്ക് യു പറയുന്നതിന് പകരം നീ അവനോട് എന്തിനാ ദേഷ്യപ്പെടുന്നത്? നീ ഒരിക്കലും നന്നാവില്ലടാ. Come on, attack, attack. ശക്തിയൊക്കെ ഒന്ന് കാണട്ടെ. എന്റെ മുമ്പിൽ വന്ന് നിന്ന് എന്തിനാടാ ഇങ്ങനെ അറ്റാക്ക് അറ്റാക്ക് എന്ന് പറഞ്ഞ് അലറിക്കൊണ്ടിരിക്കുന്നേ? സോറി കൂട്ടുകാരെ. ചേട്ടോ, നീ നിന്റെ മാജിക് യൂസ് ചെയ്യേ, വീടിനെ രക്ഷിക്കേ. ഞാൻ മാജിക് പവർ ഇല്ലാതെ വീറിനെ രക്ഷിക്കുന്നു പറഞ്ഞതല്ലേ? നിങ്ങൾ എന്റെ കൂടെ വാ, വേഗം വാ. ഞാൻ ജെറ്റ് പാക്ക് യൂസ് ചെയ്ത് പറക്കാൻ പോവാ. എങ്കിൽ മാത്രമേ ഈ ബൈക്കിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റൂ. അവന്റെ ബൈക്ക് ഓടിക്കൽ കാണാൻ നല്ല രസമുണ്ട്. ഇനി നീ എങ്ങനെയാണ് രക്ഷപ്പെടുക വീർ? അത് ഞാനൊന്ന് കാണട്ടെ. ചേടാ, ഇതെന്താ കാറ്റിലൊരു ബൈക്ക് പറന്നു വരുന്നുണ്ടല്ലോ? ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത്? അപ്പൂപ്പ, എന്റെ നേർക്ക് പ്ലെയിൻ വന്നുകൊണ്ടിരിക്കുക. ബൈക്ക് ഇപ്പൊ ടോട്ടലി ഔട്ട് ഓഫ് കൺട്രോളിലാണ്. വീർ, ഞാൻ നിന്റെ സ്യൂട്ടിൽ പാരാഷൂട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം അത് പ്രവർത്തിപ്പിക്കേ. താങ്ക് യു അപ്പൂപ്പ. പാരഷൂട്ട് ഓൺ. രക്ഷപ്പെട്ടു.
താഴേക്ക് നോക്ക്. ഞാൻ റെയിൽവേ ക്രോസിംഗിന്റെ അടുത്ത് ലാൻഡ് ആകാൻ പോവുകയാണ്. ഈ ബൈക്കിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് വേറൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നീ പോയി സ്ട്രോങ് ആയ ഒരു കയർ എടുത്തോണ്ട് വാ. ഒന്ന് വേഗം ചെയ്യ് എമിലി. എമിലി നിക്ക്, ഞാനും വരുന്നു. എമിലി ഒന്ന് തിരിഞ്ഞു നോക്ക്. ഞാൻ ബാക്ക് സൈഡിൽ കൂടെ വന്നുകൊണ്ടിരിക്കുക. ബൈക്കിന്റെ സ്പീഡ് ഇപ്പോൾ ഔട്ട് ഓഫ് കൺട്രോളിലാണ്. നീ ആ കയറ് താഴെ വെച്ചേക്ക്, ഞാനത് എടുത്തോളാം.